ഒരു ഹദീസിൽ കാണാം, ലാ യുൻകഉ ബൗലുൻ ഫീ തസ്തിൻ ഫിൽ ബൈത്ത്, വീട്ടിൽ ഈ മൂത്രവിസർജനം ഒരിക്കലും അത് ശേഷിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ പാത്രങ്ങളിൽ മൂത്രീകരിക്കപ്പെടേണ്ട അവസ്ഥ വരും. രോഗികൾ ശയ്യാവലംബികളായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൃദ്ധജനങ്ങൾ ശയ്യാവലംബികളായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ ഒക്കെ മൂത്രവിസർജനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാത്രത്തിൽ പൊട്ടിയിലോ മറ്റൊക്കെ മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വെക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അങ്ങനെ മൂത്രം വീടുകളിൽ ശേഷിപ്പിക്കാൻ പാടുള്ളതല്ല, വേഗം അത് കൊണ്ടുപോയിട്ട് ചിന്തിക്കളയണം. ലാ യുൻകഉ ബൗലുൻ ഫീ തസ്തിൻ ഫിൽ ബൈത്ത്. എന്നിട്ട് പറയാണ്, ഫഇന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി ബൗലുൻ മുൻതഖ എന്നാണ്. അതാണ് നമ്മുടെ വിഷയം. ഫൈനൽ മലായിക, കാരണം മലക്കുകൾ ലാ തദ്ഖുലു ബൈതൻ, ഒരു വീട്ടിൽ പ്രവേശിക്കൂല. എങ്ങനെയുള്ള വീട്? ഫിഹി ബൗലുൻ മുൻതഖ, മൂത്രവിസർജനം നടത്തി ശേഷിപ്പിച്ച പാത്രത്തിലും മറ്റൊക്കെ ശേഷിപ്പിച്ച് വെച്ച കെട്ടിക്കിടക്കുന്ന മൂത്രവിസർജ്യമുണ്ടെങ്കിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടെ നോക്കി നിങ്ങൾ, അൽ മലായികത്തു ലാ തദ്ഖുലു ബൈതൻ, മലക്കുകളുടെ പ്രത്യേകതയാണ്. ഒരിക്കൽ ഈ വെള്ളുള്ളിയും ഉള്ളിയും തിന്നുന്നത്, അതേപോലെ ഉള്ളിപ്പുല്ല് തിന്നുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അപ്പോൾ ചില സംഭവങ്ങളിലത് ഖൈബറിൽ വെച്ചായിരുന്നു എന്നൊക്കെ ഉണ്ട്. ഖൈബറിൽ വെച്ചാണ് ആ വിരോധിക്കലുണ്ടായത് എന്നുണ്ട് ചില നിവേദനങ്ങൾ. ഏതായാലും ആളുകൾ മദീനയുടെ സാഹചര്യത്തിൽ അന്ന് വിശന്ന് പൊരിയുന്നൊരവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്തു? അവർ ഈ ഉള്ളി തിന്നു. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മസ്ജിദിലേക്ക് വന്നപ്പോൾ ആളുകളിൽ നിന്ന് ഈ ഉള്ളിയുടെ വാസന, അല്ലെങ്കിൽ ഉള്ളിപ്പുല്ലിൻ്റെ വാസന നന്നായി ഉണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉള്ളിയും വെള്ളുള്ളിയും ഒന്നും തിന്നരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അപ്പോൾ സഹാബികൾ പറഞ്ഞു, റസൂലേ നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വലാക്കിൻ അജ്ഹദനൽ ജൂ, ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞപ്പോൾ തിന്നുപോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു അനുബന്ധം പറയുന്നുണ്ട്, മൻ അക്കലൽ ബസല വസ്സൂമ വൽ ഖുറാസ്, ആരെങ്കിലും ഉള്ളി തിന്നു, അല്ലെങ്കിൽ വെള്ളുള്ളി തിന്നു, അല്ലെങ്കിൽ ഉള്ളിപ്പുല്ല് തിന്നു എന്നാൽ ഫലാ യഖ്റബന്ന മസ്ജിദന, പള്ളിയിലേക്ക് അടുക്കരുത്. വലിയഖഉദു ഫീ ബൈതിഹി, അവൻ വീട്ടിലിരിക്കട്ടെ. എന്നിട്ട് തുടർന്ന് പറയുന്ന അനുബന്ധം, അതാണ് നമ്മുടെ വിഷയം. ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം, മനുഷ്യർക്ക് അലോസരമുണ്ടാക്കുന്നത്, പ്രയാസമുണ്ടാക്കുന്നത് മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത് എന്താ വിഷയം? ഈ മലക്കുകളുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട വിഷയങ്ങൾ, മലക്കുകളുടെ പ്രത്യേകതകൾ, ഇത് മനസ്സിലാക്കാനാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ചില ഉദാഹരണങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. മലക്ക് ജിബ്രീലുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്ക് ജിബ്രീലിനെ കണ്ടു, കൽ ഹിൽസിൽ ബാലി മിൻ ഖശിയത്തില്ല, അള്ളാഹിനോടുള്ള പേടി കാരണത്താൽ ഒരു ജീർണിച്ച് പഴകിയ വസ്ത്രം കിടക്കുന്നത് പോലെ ജിബ്രീൽ ഇങ്ങനെ സുജൂദിൽ കിടക്കുന്നത് കണ്ടു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ മലക്ക് ജിബ്രീലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത് കണ്ടപ്പോൾ, ഫൈദൽ മലക്കുല്ലദീ ജാഅനി ബി ഹിറ, ഹിറയിൽ എൻ്റെ അടുക്കൽ വന്ന അതേ മലക്ക് ഖായിദുൻ അലാ കുർസിയിൻ അലാ അർഷ് ബൈനസ്സമായി വൽ അർദ്, വാനത്തിനും ഭൂമിക്കും ഇടയിൽ അർഷിന്മേൽ ഒരു കുർസിയിൽ ഇരിക്കുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്ക് ജിബ്രീലിനെ കണ്ടത് പറയുന്നില്ലേ. മലക്കുകളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലുമായി ബന്ധപ്പെട്ട് തന്നെ വലഹു സിത്തു മിഅതു ജിനാഹ്, 600 ചിറകുകൾ മലക്ക് ജിബ്രീലിനുണ്ടായിരുന്നു. യുൻസറു മിൻ റീഷിഹി ദുർറു വൽ യാഖൂത്ത്, മുത്തും പവിഴവുമൊക്കെ ആ ചിറകുകളിൽ നിന്നിങ്ങനെ ഉതിർന്നു വീഴുന്ന രീതിയിൽ. ഞാനിതൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വൽ മലായികതി, മലക്കുകളിലുമുള്ള ഈമാൻ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി, മലക്കുകളിലുമുള്ള ഈമാൻ, അവരുടെ പുണ്യം, അതാണ് യഥാർത്ഥ പുണ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അപ്പം മലക്കുകളിലുള്ള ഈമാൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയുള്ള വിശ്വാസമാണ്? മലക്കുകൾ ഉണ്ട് എന്നുള്ള വിശ്വാസം, മലക്കുകളുടെ വിശേഷണങ്ങൾ, മലക്കുകളുടെ ധർമ്മങ്ങൾ, മലക്കുകളുടെ നാമങ്ങൾ, ഇതൊക്കെയും സ്ഥിരപ്പെട്ടത്, പ്രമാണബദ്ധമായത് നമ്മൾ വിശ്വസിക്കുക, അംഗീകരിക്കുക, സത്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്.